9ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ എല്ലാ മക്കൾക്കും ബയോളജി മൈ പാഷനിലേക്ക് സ്വാഗതം. ഞാൻ സൗമ്യ ഹരികൃഷ്ണ. നമ്മളിപ്പോൾ മോഷൻ എന്ന ചാപ്റ്ററാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ പഠിച്ച മോഷൻ്റെ പല ക്വാണ്ടിറ്റീസും നമുക്കൊരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനിൽ വരച്ചു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് മനസ്സിലാക്കാനും അതിൽ നിന്ന് മറ്റു പല കാര്യങ്ങൾ കണ്ടുപിടിക്കാനും എളുപ്പമാണ്. അപ്പോൾ നമുക്ക് ഗ്രാഫിൽ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാമെന്നാണ് നമ്മളിനി പഠിക്കുന്നത്. ഇവിടെ രണ്ട് തരത്തിലുള്ള ഗ്രാഫാണുള്ളത്. ഒന്ന് ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ്, പിന്നെ നമ്മൾ പഠിക്കുന്നത് വെലോസിറ്റി ടൈം ഗ്രാഫാണ്. അപ്പോൾ വെലോസിറ്റി ടൈം ഗ്രാഫ് ആയാലും ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് ആയാലും നമ്മൾ ടൈമിനെ എക്സ് ആക്സിസിൽ എടുക്കും. കാരണം ടൈം ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിളാണ്. അതേസമയം സ്പീഡ് അല്ലെങ്കിൽ വെലോസിറ്റി എന്ന് പറയുന്നത് ആ ടൈമിനനുസരിച്ചാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ അതൊരു ഡിപ്പെൻഡൻറ്റ് വേരിയബിളാണ്. അപ്പോൾ അതിനെ നമ്മൾ വൈ ആക്സിസിലാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് അഥവാ DT ഗ്രാഫിലേക്ക് പോകാം. അപ്പോൾ ഒരു ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ്, ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം, ഇതിൽ നമ്മൾ രണ്ട് കാര്യങ്ങൾ എടുക്കും, ഡിസ്റ്റൻസും ടൈമും. ടൈം എവിടെ എടുക്കുമെന്ന് പറഞ്ഞു? എക്സ് ആക്സിസിൽ. ഡിസ്റ്റൻസ് എവിടെയാണ്? വൈ ആക്സിസിൽ. അതെപ്പോഴും ഓർത്ത് വയ്ക്കാം. ഇനി ഇത് നമുക്ക് എന്തൊക്കെ ഇതിൽ നിന്ന് മനസ്സിലാക്കാം? ഒന്ന്, ഈ ഗ്രാഫ് കാണുമ്പോൾ തന്നെ ഏത് തരം മോഷനാണ് ഈ ബോഡി കാണിക്കുന്നതെന്ന് മനസ്സിലാവും. അതായത് അത് യൂണിഫോം മോഷനാണോ കാണിക്കുന്നത്, അതോ ആ ബോഡി റെസ്റ്റിലാണോ, അതോ അത് നോൺ യൂണിഫോം മോഷനാണോ എന്ന് മനസ്സിലാക്കാം. അത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം, ഗ്രാഫ് വരച്ച് നോക്കാം. ഇനി ഈ ഗ്രാഫിൽ നോക്കുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ബോഡിയുടെ ഇത്ര മണിക്കൂറിൽ അത് എവിടെയായിരുന്നു, അതിൻ്റെ പൊസിഷൻ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും, അല്ലേ? അത് രണ്ടാമത്തെ ഒരു അഡ്വാൻറ്റേജ് ആണ്. മൂന്നാമതായിട്ട് നമുക്ക് ഒരു ബോഡിയുടെ സ്പീഡ് ഈ ഗ്രാഫിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. കാരണം സ്പീഡ് എന്ന് വെച്ചാൽ എന്താണ്? ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടൈം. അപ്പോൾ ഇവിടെ നമ്മൾ ഡിസ്റ്റൻസും പ്ലോട്ട് ചെയ്തിട്ടുണ്ട്, ടൈമും പ്ലോട്ട് ചെയ്തിട്ടുണ്ട്, അല്ലേ? അപ്പോൾ അതിൽ നിന്ന് നമുക്ക് സ്പീഡും കണ്ടുപിടിക്കാം. അതെങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ എല്ലാം ഞാൻ ആദ്യം ഒന്നിച്ച് വരച്ച് കാണിക്കാം, അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ഇവിടെ ടൈം 1 2 3 4 5 6 ആണ് എല്ലാത്തിലും എടുത്തിരിക്കുന്നത്. അവേഴ്സാണ് എടുത്തിരിക്കുന്നത്. ടൈം അവറിലായതുകൊണ്ട് തന്നെ നമ്മൾ ഡിസ്റ്റൻസ് കിലോമീറ്ററിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഏത് പാരാമീറ്റർ വേണമെങ്കിലും നമുക്ക് എടുക്കാം. അപ്പോൾ ഇവിടെ കിലോമീറ്റർ പെർ അവർ ആണ്. അപ്പോൾ 1 2 3 4 5 6 അവേഴ്സ് ഞാനിവിടെ എക്സ് ആക്സിസിൽ എടുത്തു. വൈ ആക്സിസിൽ ടൈം ഞാൻ 20 40 60 എന്നുള്ള രീതിയിലാണ് എടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 60 120 എടുക്കാം, 30 60 എന്താണെങ്കിലും ഗ്രാഫ് പേപ്പറിൽ നിങ്ങൾക്ക് അത് വരുന്ന ഈ രണ്ട് വാല്യൂസ് വരുന്ന രീതിയിൽ എടുക്കാം. അപ്പോൾ ഇവിടെ 60 ഒന്നാമത്തെ മണിക്കൂറിൽ എത്ര കിലോമീറ്റർ ഡിസ്റ്റൻസിലായിരുന്നു? 60 കിലോമീറ്റർ. രണ്ടാമത്തേതിൽ 80 കിലോമീറ്റർ. മൂന്നാമത്തേതിൽ 100 കിലോമീറ്റർ. നാലാമത്തേതിൽ 120 കിലോമീറ്ററിൽ. അഞ്ചാമത്തേൽ 140 കിലോമീറ്റർ. ആറാമത്തേൽ 160 കിലോമീറ്റർ. അപ്പം ഞാനിത് വരയ്ക്കുമ്പോൾ എനിക്കൊരു സ്ട്രെയിറ്റ് ലൈനാണ് കിട്ടുന്നത്. അപ്പോൾ എപ്പോഴെങ്കിലും നമ്മളൊരു ഗ്രാഫിൽ നോക്കുമ്പോൾ, അതായത് ഒരു ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് നോക്കുമ്പോൾ അത് സ്ട്രെയിറ്റ് ലൈനാണ്, മേക്കിംഗ് ആൻ ആംഗിൾ വിത്ത് ഇതാണെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം? നമ്മുടെ യൂണിഫോം സ്പീഡിലാണ് ഈ ബോഡി മൂവ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാം. കാരണം ഇവിടെ ഓരോ ടൈം ഇൻ്റർവെല്ലിലും കറക്റ്റ് ഒരു യൂണിഫോം ഡിസ്റ്റൻസ് 20 കിലോമീറ്റർ ആണ് ഇത് മൂവ് ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ ഇതൊരു യൂണിഫോം സ്പീഡെന്ന് നമുക്ക് മനസ്സിലാക്കാം. ശരിക്കും ഇത് ഇവിടെ നിന്ന് പോകണം, പക്ഷേ ഞാൻ വരച്ചത് ഇത് ഗ്രാഫ് പേപ്പർ അല്ലാത്തതുകൊണ്ടാണ് എനിക്കത് കിട്ടാത്തത്. സോ ഈ സ്ട്രെയിറ്റ് ലൈൻ മേക്കിംഗ് ആൻ ആംഗിൾ വിത്ത് എക്സ് ആണ് നമ്മുടെ DT ഗ്രാഫ് അഥവാ യൂണിഫോം സ്പീഡ്. ഇനി റെസ്റ്റ്. ഒന്നാമത്തെ 80 കിലോമീറ്ററിലായിരുന്നു. രണ്ടാമത്തെ മണിക്കൂറിലും 80 കിലോമീറ്റർ. മൂന്നാമത്തെ മണിക്കൂറിൽ 80, നാലാമത്തെ മണിക്കൂറിൽ 80, അഞ്ചാമത്തേലും 80, ആറാമത്തേലും 80. അപ്പോൾ ഇത് കൂട്ടിയാൽ എനിക്ക് എന്ത് കിട്ടും? ഒരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടും. പക്ഷേ പാരലൽ ടു ദ എക്സ് ആക്സിസ്. ഇവിടെയും സ്ട്രെയിറ്റ് ലൈൻ ആയിരുന്നു, പക്ഷേ മേക്കിംഗ് ആൻ ആംഗിൾ വിത്ത് എക്സ് ആക്സിസ്. ഇവിടെ പാരലൽ ടു ദി എക്സ് ആക്സിസ് ആണ്. എല്ലായിടത്തും ഒരേ ആംഗിളിലാണ് വന്നിരിക്കുന്നത്, പാരലൽ ലൈനാണ്. ഇനി ഇവിടെ എന്താണ് സംഭവിച്ചത്? ഓരോ മണിക്കൂറിലും 80 കിലോമീറ്റർ ദൂരത്തിൽ കിടപ്പുണ്ട്. ദാറ്റ് മീൻസ് അത് അവിടെ നിന്ന് അനങ്ങുന്നില്ല എന്നല്ലേ, അല്ലേ? ഫസ്റ്റ് മണിക്കൂർ ഞാൻ പോയി നോക്കിയപ്പോൾ അവിടെ കിടപ്പുണ്ട്. രണ്ടാമത്തെ മണിക്കൂർ നോക്കിയപ്പോൾ രാവിലെ തൊട്ട് രാത്രി വരെ നോക്കിയപ്പോൾ അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ അത് റെസ്റ്റിലാണ്. അപ്പോൾ നമ്മുടെ ഗ്രാഫ് എങ്ങനെയായിരിക്കും? സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു ദ എക്സ് ആക്സിസ്. ഇനിയുള്ളത് ഒരു നോൺ യൂണിഫോം മോഷൻ നോക്കാം. ഒന്നാമത്തേതിൽ 60, രണ്ടാമത്തേതിൽ 70, മൂന്നാമത്തേതിൽ 90, നാലാമത്തേതിൽ 100, അഞ്ചാമത്തേൽ 130, ആറാമത്തേൽ 140. അപ്പോൾ ഇത് ഇവിടുന്ന് ഇങ്ങനെ അങ്ങ് വളഞ്ഞു പോകും, അല്ലേ? അപ്പോൾ ഒരു കർവാണ് നമുക്ക് ലഭിക്കുന്നതെങ്കിൽ അതൊരു നോൺ യൂണിഫോം മോഷനാണ്. അതായത് പ്രത്യേകിച്ച് ഒരു പർട്ടിക്കുലർ ടൈം ഇൻ്റർവെല്ലിൽ ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് അത് മൂവ് ചെയ്യുന്നില്ല. അതല്ലെങ്കിൽ നമുക്ക് നോക്കാം, ആദ്യം അത് 90 ആയിരുന്നു, പിന്നെ അത് 120 പോയി, പിന്നെ അത് 190 തിരിച്ചു വന്നു, പിന്നെ 150 ആയി, പിന്നെ 60 വന്നു,
പിന്നെ അത് വീണ്ടും 100ലേക്ക് പോയി. ഇങ്ങനെയും വരാം. അപ്പോൾ ഒരു പ്രത്യേകിച്ച് ഷേപ്പ് ഒന്നുമില്ല. ഇറഗുലർ ആണെങ്കിൽ നമുക്കതിനെ എന്ത് പറയാം? നോൺ യൂണിഫോം മോഷൻ എന്ന് പറയാം. അപ്പോൾ എപ്പോഴും നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഒരു ഗ്രാഫ് നോക്കുമ്പോൾ തന്നെ ബോഡിയുടെ മോഷൻ മനസ്സിലാകും. ഒരു സ്ട്രെയിറ്റ് ലൈൻ മേക്കിംഗ് ആൻ ആംഗിൾ വിത്ത് എക്സ് ആണെങ്കിൽ അത് യൂണിഫോം മോഷൻ. സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു ദ എക്സ് ആക്സിസ് ആണെങ്കിൽ റെസ്റ്റ്. ഒരു ഇറഗുലർ അല്ലെങ്കിൽ കർവ് ആണെങ്കിൽ അത് എന്താണ്? നമ്മുടെ നോൺ യൂണിഫോം മോഷനാണ്. ഡിസ്റ്റൻസ് ടൈം ഗ്രാഫിനെ നമുക്ക് എങ്ങനെ ഉപയോഗിക്കാമെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ഗ്രാഫ് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്, മേക്കിംഗ് ആൻ ആംഗിൾ ആണെങ്കിൽ എന്താണെന്ന് അറിയാം? ഇതൊരു യൂണിഫോം മോഷൻ എക്സാമ്പിൾ ആണെന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാം. രണ്ടാമത്, ഇപ്പോൾ 4ാമത്തെ മണിക്കൂറിൽ ഇത് എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്തു? ഓക്കെ, 4ാമത്തെ മണിക്കൂറിൽ ഇത് 120 കിലോമീറ്റർ കവർ ചെയ്തു. അല്ലെങ്കിൽ 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ പൊസിഷൻ എവിടെയാണ്? 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ പൊസിഷൻ 80 കിലോമീറ്റർ ആണ്. അപ്പോൾ ഒരു പൊസിഷൻ അറ്റ് എനി പോയിന്റ് ഏത് സമയത്തും നമുക്ക് മനസ്സിലാക്കാം. ഇനി മൂന്നാമത്തതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, നമുക്ക് സ്പീഡ് കണ്ടുപിടിക്കാം. സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ടൈം. അപ്പോൾ ഇവിടെ എക്സ് ആക്സിസിൽ ടൈമും വൈ ആക്സിസിൽ ഡിസ്റ്റൻസും ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഡിസ്റ്റൻസ് ബൈ ടൈം കണ്ടുപിടിച്ചാൽ അതിൻ്റെ സ്പീഡ് മനസ്സിലാവും. ഇവിടെ ഫോർ എക്സാമ്പിൾ ഇതിപ്പം യൂണിഫോം മോഷൻ ആണ് അല്ലേ? അപ്പോൾ അതുകൊണ്ട് ഓരോ സമയത്തിനിടയ്ക്കും ആ സ്പീഡ് സെയിം ആയിരിക്കും. നമുക്കത് എത്രയാണെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് 2 പോയിന്റ്സ് കൺസിഡർ ചെയ്യാം. മേ ബി ദിസ് ഈസ് എ, ദിസ് ഈസ് ബി. ഓക്കെ, ഇതിനെ നമ്മൾ എ എന്നും ഇതിനെ ബി എന്നും എടുത്തു. ഇപ്പോൾ ഇത് തന്നെ നിങ്ങൾ എടുക്കണമെന്നില്ല. ഇത് എ ഇത് ബി ആക്കാം, അല്ലെങ്കിൽ ഇത് എ ഇത് ബി ആക്കാം. എന്തുകൊണ്ടാണ്? ഇത് യൂണിഫോം മോഷൻ ആണ്. എല്ലായിടത്തും ഒരേ ഈക്വൽ ഡിസ്റ്റൻസ് ആണ് കവർ ചെയ്യുന്നത്. അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഈ എയും ബിയും 2 പോയിന്റ് എടുത്തു. അപ്പോൾ ഇവിടുത്തെ ആദ്യത്തെ ഡിസ്റ്റൻസ് നമുക്ക് S1 എന്നും ഫൈനൽ ഡിസ്റ്റൻസ് S2 എന്നും എടുക്കാം. ഇവിടെ നമുക്ക് T2 ആണ് ഫൈനൽ ടൈം, T1 ആണ് ഇനിഷ്യൽ ടൈം. അതായത് ഡിസ്റ്റൻസ് S1 ടൈം T1, T2 ആയപ്പോൾ S2 എത്തി. ഇനി ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മുടെ ഡിസ്റ്റൻസ് സ്പീഡ് അല്ലേ? ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ ദിസ് ടൈം എന്താണ്? അപ്പം നമ്മൾ ഇതിനെ ശരിക്കും ഈ ഒരു പോയിന്റിലേക്ക് ഇത് രണ്ടും ജോയിൻ ചെയ്ത് ഇവിടെ C കിട്ടും. അപ്പോൾ ഈ ഒരു ഇതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ദാറ്റ് ഈസ് കോൾഡ് സ്ലോപ്പ് ഓഫ് ദ ഗ്രാഫ്. സ്ലോപ്പ് ഓഫ് ദ ഗ്രാഫ് എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസ് മൈനസ് ഈ ഡിവൈഡഡ് ബൈ ദിസ് ഡിസ്റ്റൻസ്, അതായത് BC ഡിവൈഡഡ് ബൈ AC. അപ്പോൾ BC എന്താണ്? ഇവിടെ S2 ആണ്, ഇത് S1 ആണ് അല്ലേ? S2 മൈനസ് S1 അപ്പോൺ T2 മൈനസ് T1, അതാണ് AC. സോ S2 മൈനസ് S1 എത്രയാണ്? 120 മൈനസ് 100 കിലോമീറ്റർ. T2 മൈനസ് T1 എത്രയാ? 4 മൈനസ് 3. 120 100 പോയാൽ 20 അപ്പോൾ 1. അപ്പോൾ എത്രയാണ്? 20 മീറ്റർ പെർ സെക്കൻഡ് ആണ്, അല്ലെങ്കിൽ ഇവിടെ കിലോമീറ്റർ പെർ അവർ ആണ് ഇതിൻ്റെ സ്പീഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സ്പീഡ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? DT ഗ്രാഫിൻ്റെ സ്ലോപ്പാണ് എന്ത്? ഇത് സ്പീഡ് എന്ന് പറയുന്നത്. എപ്പോഴും സ്ലോപ്പ് കണ്ടുപിടിക്കാൻ ഉദ്ദേശിക്കുന്നത് എമൗണ്ട് ഓൺ ദ വൈ ആക്സിസ് ഡിവൈഡഡ് ബൈ എമൗണ്ട് ഓൺ ദ എക്സ് ആക്സിസ്. വൈ ആക്സിസിൽ വരുന്ന വാല്യൂസിനെ എക്സ് ആക്സിസിൽ വരുന്ന വാല്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന കിട്ടുന്നതാണ് നമ്മൾ സ്ലോപ്പ് എന്ന് സാധാരണയായിട്ട് പറയുന്നത്. അപ്പോൾ ഒരു DT ഗ്രാഫിൻ്റെ സ്ലോപ്പ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്തിനെയാണ്? എപ്പോഴും സ്പീഡിനെയാണ്.